ഹായ് ബിൻസി ആട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് തന്നെയാണ്. രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. രണ്ടും നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന പാറ്റേൺസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇന്നത്തെ ഓർഡേഴ്സ് നമ്മൾ വാട്സപ്പിലും വെബ്സൈറ്റിലും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് നവംബർ മാസത്തെ വിന്നേഴ്സിനെയാണ് കേട്ടോ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുക. നമ്മുടെ ഗിവ് അവേ അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബറിലെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. വേറെ ക്രൈറ്റീരിയസ് ഒന്നുമില്ല. നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നവർക്കാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഗിവ് അവേ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തും കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഷെയർ ചെയ്യുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന ഗിവ് അവേയുടെ നമ്പറിലേക്ക് തന്നെ നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ ഗിവ് അവേ നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് തന്നെ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ. അപ്പോൾ ഇനി സമയങ്ങളെ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. ഇത് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും സ്ലബ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നെക്ക് വന്നിരിക്കുന്നത്. ഈ നെക്ക് ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് ഒരു വി പാറ്റേൺ ഉണ്ട്. ഈ ഒരു പോർഷനിൽ ഒരു സ്ക്വയർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നെക്ക് ലൈനിൽ ഒരു വി പാറ്റേണിലാണ് കേട്ടോ ഈ ഒരു മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഗ്രീനിൻ്റെയും ഡാർക്ക് പീച്ചിൻ്റെ കളറിൽ വന്നിരിക്കുന്ന ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷീൻ എംബ്രോയിഡറി ആണ് നമ്മുടെ ഈ നെക്ക് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ചെറിയ രീതിയിൽ വരുന്ന പിൻടെക്സും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ വരുമ്പോഴത്തേക്കും പിൻടെക്സും കൂടി കൊടുത്തിട്ടുണ്ട്. വി നെക്ക് പാറ്റേൺ ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അതിൻ്റെ നെക്ക് ലൈൻ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. മെഷീൻ എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ഫ്ലോറൽ ഡിസൈനാണ്. അതും ജെറ്റ് ബ്ലാക്കിലായതുകൊണ്ട് തന്നെ ഈ കളേഴ്സ് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലും ഇവിടെ നിന്ന് തൊട്ട് ആ ഒരു മെഷീൻ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. നമ്മുടെ നെക്കിൽ ഏതാണോ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ ഡിസൈനാണ് നമ്മുടെ ഈ സ്ലീവിലും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ പിൻടെക്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വി പാറ്റേൺ ആയിട്ട് മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വെയർ ചെയ്യാൻ പാത്രമായിട്ട് ഈ കുർത്തി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 47-48 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലുമാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. നമുക്ക് നല്ലൊരു പ്രീമിയം ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്റ്റൈലിലാണ് ഈ കുർത്തി വരുന്നത്. ഇതിൻ്റെ ഗ്ലാസ് വ്യൂ ഇതുപോലെയാണ്. ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. നല്ല ഭംഗിയുള്ള നെക്ക് പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന സ്ലീവാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് സ്ലീവിൽ വന്നിരിക്കുന്ന വർക്ക്. ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സ്ലീവും നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്കും സ്ലീവും ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. ഈ ഒരു രീതിയിലാണ് സ്ലീവ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സ്ലീവിൻ്റെ പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വി പാറ്റേൺ, അത് നമ്മുടെ നെക്ക് പാറ്റേൺ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ചെറിയൊരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. അത്യാവശ്യം നല്ല ലെങ്തിലുമാണ്. സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് ഉണ്ട് കേട്ടോ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. സിംഗിൾ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 899 ആണ് കേട്ടോ. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ ചന്ദേരി സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ്. സിമ്പിളായിട്ട് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാത്രമാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നേവി ബ്ലൂ എന്ന് പറയുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന നേവി ബ്ലൂ ഷെയ്ഡാണ്. അതിൻ്റെ അത് ഫുള്ളായിട്ട് സിൽവർ കളർ വരുന്ന ത്രെഡും ഗോൾഡൻ കളർ വരുന്ന ത്രെഡും വന്നിരിക്കുന്ന വർക്കാണ് കേട്ടോ. വിവിങ്സ് ആണ് പോയിരിക്കുന്നത്. ബൂട്ട വിവിങ്സ് ആണ് ഇതിൽ പോയിരിക്കുന്നത്. ഫുള്ളായിട്ട് ഒരു ലൈൻ സിൽവർ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈൻ വരുമ്പോഴത്തേക്കും ഗോൾഡൻ ആൻറ്റി കളറാണ്. ഗോൾഡൻ അല്ല, ആൻറ്റി കളറിൽ വന്നിരിക്കുന്ന വിവിങ് ആണ്. അതിങ്ങനെ സ്പ്രെഡഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്പ്രെഡഡ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളാണ് എന്നാൽ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നതാണ്. ഇതിൻ്റെ നെക്ക് വരുമ്പോഴത്തേക്കും വി നെക്ക് പാറ്റേണിലാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേണിലുണ്ട്. സെൻറ്റർ പോർഷനിൽ ഒരു പടി വന്നിട്ടുണ്ട്. ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ, അതായത് നമ്മുടെ ഈ ഫ്രണ്ടിൽ ഈ പടി വന്നിട്ടില്ലേ അതിൻ്റെ താഴെ മാത്രം ചെറിയൊരു സ്ലിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എ ലൈനിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫ്ലെയറിലാണ്.
ഞാനിപ്പോൾ വേറെ ഇത് കാണിക്കുന്നത് ലാർജ് സൈസിലാണ് കേട്ടോ. ഇതിന്റെ 2 സൈഡ്സിലും പോക്കറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. 1 സൈഡ് അല്ല, 2 സൈഡ്സിലും പോക്കറ്റ്സ് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് 2 സൈഡ്സിലേക്കും പോക്കറ്റ് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്, ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സെയിം തന്നെ ആ ഒരു ഡിസൈൻ, ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വീവിങ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നെക്ക് ഇതുപോലെ വീനെക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ. ഇതിൽ ഇതുപോലെ സ്പ്രെഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ത്രെഡ് വീവിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഡിസൈൻ വർക്കല്ല, പെയിൻ്റ് ഒന്നുമല്ല, വീവിങ്സ് ആണ് കേട്ടോ. ഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഏലിയൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. ഇൻസൈഡ് പോർഷനിൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് പോർഷനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേറെ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഒരു 47 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, XL, XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 680 ആണ്, 680 ആണ്. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു റാണി പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഒരുപാട് ബ്രൈറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, എന്നാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കളറാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ വരുമ്പോൾ ചന്തേരി സിൽക്കിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നെക്ക് വീനക്കാണ് വന്നിരിക്കുന്നത്. എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സെന്റർ പോർഷനിൽ ഒരു പടി കൊടുത്തിട്ട് ഒരു ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ മാത്രം ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട്. 2 സൈഡ്സിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പോക്കറ്റുള്ള കുർത്തീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, 2 വീലേഴ്സ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ കീ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ഇടാനായിട്ട് പോക്കറ്റ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോക്കറ്റുള്ള കുർത്തീസ് ഒക്കെ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഒരു 46 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, XL, XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 680. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ച സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഡിഫറൻസ് വരുന്നത്, ഇതിൽ നമ്മൾ ഗോൾഡൻ ത്രെഡ് അല്ല വീവിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ബേജ് കളർ ത്രെഡ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമാണ് ഡിഫറൻസ്. ബാക്കി എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഏലൈനാണ്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് ഉണ്ട്. 2 സൈഡ്സ് പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. കളറിലാണ്, കളറിലും ആ ഒരു വീവിങ്ങിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇതുപോലെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്ന കുർത്തിയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, XL, ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 680 കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാവേ. അടുത്ത് നമുക്ക് ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാട്ടോ. ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് യൂട്യൂബിൽ വന്ന കമന്റ്സിൽ നിന്ന് ഒരാളെയാണ്. അപ്പോൾ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം. അപ്പോൾ പുതിയ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. അമല ഷാജിലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. യൂട്യൂബ് വിന്നറാണ് കേട്ടോ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് അമല. ഇനി നമുക്ക് അടുത്തത് ഫേസ്ബുക്കിൽ നോക്കാവേ. അപ്പോൾ അടുത്തത് ഫേസ്ബുക്കാണ് എടുത്തിരിക്കുന്നത്. ഫേസ്ബുക്കിൽ വന്ന് കമൻസിനെ ബേസ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ലാസ്റ്റ് മന്തിൽ നമുക്ക് കമൻസ് കുറച്ച് കുറവായിരുന്നു ഫേസ്ബുക്കായിട്ട്. കാരണം നമുക്ക് വീഡിയോസും കുറവായിരുന്നു. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം കൊണ്ടാണ് വീഡിയോസ് കുറഞ്ഞു പോയത് കേട്ടോ. ബിന്ദുമോൾ കുട്ടപ്പനാണ് അടുത്ത ഗിവ് അവേ വിന്നർ. കാണാൻ പറ്റുമെന്ന് വിചാരിക്കണേ. ബിന്ദുമോൾ കുട്ടപ്പനാണ് കേട്ടോ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ബിന്ദുമോൾ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ വിന്നേഴ്സിനെ നോക്കാം കേട്ടോ. അടുത്ത് വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാമിലെ വിന്നേഴ്സിനെ നോക്കാം. ലിജി ജോൺസൺ ആണ് ഇൻസ്റ്റാഗ്രാം വിന്നർ. ലിജി ജോൺസൺ ആണ് കേട്ടോ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ലിജി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നവംബർ മാസത്തിലെ എല്ലാ 3 ഗിവ് അവേ വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക്, നമ്മൾ സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. കാരണം കമൻറ്റ് ബോക്സിൽ നമ്മൾ എന്തായാലും കമൻറ്റ് ഇടുന്നതാണ്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യണേ.
അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് രണ്ട് പാറ്റേണിൽ വന്നിരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. ഈ രണ്ട് പാറ്റേൺ നല്ല ഭംഗിയായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോ വാട്സപ്പിലോ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു.